തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ധർമ്മദേശം ശിവക്ഷേത്രത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. നിത്യപൂജയുള്ള ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണിട്ടും മുറിച്ചു മാറ്റാതെ പരസ്പരം പഴിചാരുകയാണ് നഗരസഭയും ദേവസ്വം ബോർഡും. ആളപായം സംഭവിക്കാത്തതിനാൽ മരം മുറിച്ചു മാറ്റുകയില്ല എന്നാണ് അഗ്നിരക്ഷാസേനയുടെ നിലപാട്. കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള ധർമ്മദേശം മഹേശ്വര ക്ഷേത്രത്തിന് മുകളിലേക്ക് സമീപത്തു നിന്ന മരം മുറിഞ്ഞു വീഴുന്നത്. നിത്യപൂജയുള്ള അമ്പലത്തിന് മുകളിലേക്ക് മറിഞ്ഞു വീണ മരം മുറിച്ചു മാറ്റണമെന്ന് ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും ആവശ്യപ്പെട്ടെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രീവരാഹം സബ് ഗ്രൂപ്പ് ഓഫീസർ സിന്ധു അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു എന്ന നിലപാടെടുത്ത് മിണ്ടാതിരിക്കുകയാണ്. നഗരസഭാ പരിധിയിലല്ലെന്ന നഗരസഭയും ആളുകൾക്ക് അപകടമില്ലാത്തതുകൊണ്ട് മുറിച്ചുമാറ്റാൻ കഴിയില്ലെന്ന അഗ്നിരക്ഷാസേനയും നിലപാടെടുത്തു. ഭക്തജനങ്ങൾക്ക് അപകടം സംഭവിക്കുന്ന നിലയിലുള്ള മരം വേഗം മുറിച്ചുമാറ്റണമെന്ന് വാർഡ് കൗൺസിലർ ജാനകി അമ്മാൾ ജനം ടിവിയോട് പറഞ്ഞു. ഇത് നഗരസഭ അധികൃതരെ ഞാൻ അറിയിച്ചു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് ഫയർഫോഴ്സിൻ്റെ അധീനതയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അവരെ അറിയിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് പറഞ്ഞു. ഒരു 10 മണിയോടുകൂടി അവർ എത്തുകയുണ്ടായി. എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് ഫയർഫോഴ്സ് ഇത് അപകടാവസ്ഥയിൽ റോഡിൻ്റെ കുറുകെ കിടക്കുകയാണെങ്കിലോ ഇതേപോലെ മേൽക്കൂരയുടെ അടിയിൽ ജീവൻ അപകടത്തിലാവുന്ന തരത്തിൽ മനുഷ്യന് ഏതെങ്കിലും പ്രശ്നം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉടനടി അടിയന്തരമായി നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ദേവസ്വം ബോർഡാണ് ഇത് എങ്ങനെയാണെന്നുള്ളത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തുകൊണ്ട് വളരെ കാര്യക്ഷമമായി ഈ ഒരു വലിയൊരു ശിഖരത്തെ മാറ്റുന്നതിന് കുറച്ച് സമയം എടുത്തുകൊണ്ട് ചെയ്യേണ്ടതാണെന്ന് അറിയിച്ചുകൊണ്ട് അവർ ആ സ്ഥലം വിടുകയും ചെയ്തു. ഞാനപ്പോൾ തന്നെ അവിടെയുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെയാണ് അവരിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവർ അത് ഇത് ഫയർഫോഴ്സ് തന്നെയാണ് ഇത് മാറ്റേണ്ടത്, ഞങ്ങളുടെ ഇതിൽ മാറ്റേണ്ട കാര്യമില്ല എന്ന് അറിയിച്ചു. മരം മുറിച്ചു മാറ്റാൻ വൈകിയാൽ പ്രതിഷേധ പരിപാടികൾ അടക്കം നടത്താനാണ് ഹൈന്ദവ സംഘടനകളുടെയും തീരുമാനം. ജനം, തിരുവനന്തപുരം.